51ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ മാക്സിമം എമൗണ്ട് ഓഫ് ഷെയർ ക്യാപിറ്റൽ ദാറ്റ് ആൻ ഇൻഡിവിജ്വൽ മെമ്പർ ക്യാൻ ഹോൾഡ് ഇൻ ആൻ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ഹാവിംഗ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ലൈസൻസ് ഇസ് ലിമിറ്റഡ് ടു. ഫസ്റ്റ് ഓപ്ഷൻ 10% ഓഫ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ, സെക്കൻഡ് ഓപ്ഷൻ 5% ഓഫ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ, തേർഡ് ഓപ്ഷൻ 50% ഓഫ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ, ഫോർത്ത് ഓപ്ഷൻ നൺ ഓഫ് ദിസ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ഹാവിംഗ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ലൈസൻസ് ഉള്ള അർബൻ കോപ്പറേറ്റീവ് ബാങ്കിൽ ഇൻഡിവിജ്വൽ മെമ്പറിന് മാക്സിമം എത്ര എമൗണ്ട് ഓഫ് ഷെയർ ക്യാപിറ്റൽ ഹോൾഡ് ചെയ്യാം എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. നമുക്ക് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് സെക്ഷൻ 22 പറയുന്നത് റെസ്ട്രിക്ഷൻ ഓൺ ഹോൾഡിംഗ് ഷെയർസ്. അതിനകത്ത് പുതിയതായിട്ട് ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് സെക്ഷൻ 22. സെക്ഷൻ 22 പറയുന്നത് ദ മാക്സിമം എമൗണ്ട് ഓഫ് ഷെയർ ക്യാപിറ്റൽ ദാറ്റ് ഇൻഡിവിജ്വൽ മെമ്പർ ക്യാൻ ഹോൾഡ് ഇൻ ആൻ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ഹാവിംഗ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ലൈസൻസ് ഇസ് ലിമിറ്റഡ് ടു ടോട്ടൽ പെയ്ഡപ്പ് ഷെയർ ക്യാപിറ്റലിൻ്റെ ടോട്ടൽ എമൗണ്ട് ഓഫ് പെയ്ഡപ്പ് ഷെയർ ക്യാപിറ്റലിൻ്റെ 5% ആണ്. അപ്പം ഇതിനകത്ത് ഓപ്ഷൻ ഇല്ല. അപ്പോൾ 51ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി ആണ് ആൻസർ, നൺ ഓഫ് ദിസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 52ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എ മെമ്പർ ഷാൾ ബി എൻറ്റൈറ്റിൽഡ് ടു ഗെറ്റ് എ ട്രൂ കോപ്പി ഓഫ് ദി ഡോക്യുമെൻറ്റ്സ് അബൌട്ട് ഹിസ് ട്രാൻസാക്ഷൻസ്, summary of defects etc. on submission of application as per rule. First option rule 23, second option rule 24, third option rule 25, fourth option rule 26. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? എ മെമ്പർ, കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മെമ്പർ ഷാൾ ബി എൻറ്റൈറ്റിൽഡ് ടു ഗെറ്റ് എന്ത് കിട്ടാനുള്ള ട്രൂ കോപ്പി ഓഫ് ദി ഡോക്യുമെൻറ്റ്സ് അബൌട്ട് ഹിസ് ട്രാൻസാക്ഷൻസ്, അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻ, സമ്മറി ഓഫ് ഡിഫക്റ്റ് എക്സെട്ര ഓൺ സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം ആസ് പെർ റൂൾ ഡാഷ്, ഏത് റൂൾ പ്രകാരം എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 52ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി ആണ് ആൻസർ, റൂൾ 25 ആണ്. അടുത്ത 53ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എനി ഷെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ഓർ ഫിനാൻഷ്യൽ അസിസ്റ്റൻറ്റ് ടു ദി സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ ഫ്രം ദി സൊസൈറ്റി ബാങ്ക് ഷാൾ ബി അലോട്ടഡ് വിത്ത് ദി പ്രയർ അപ്രൂവൽ ഓഫ് ഡാഷ്. ഫസ്റ്റ് ഓപ്ഷൻ ഗവൺമെൻറ്, സെക്കൻഡ് ഓപ്ഷൻ രജിസ്ട്രാർ, തേർഡ് ഓപ്ഷൻ എ ഓർ ബി, ഫോർത്ത് ഓപ്ഷൻ ജനറൽ ബോഡി. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഷെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷനോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അസിസ്റ്റൻസോ എങ്ങോട്ട് സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് ഫ്രം ദി സൊസൈറ്റി അല്ലെങ്കിൽ ബാങ്ക്, ഏതാണ് ആ കൺസേൺഡ് സൊസൈറ്റി അല്ലെങ്കിൽ ബാങ്കിൽ നിന്നും ആ കൺസേൺഡ് സൊസൈറ്റിയുടെ അല്ലെങ്കിൽ ബാങ്കിൻ്റെ സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് ഷെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷനോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അസിസ്റ്റൻസോ ആ കൺസേൺഡ് സൊസൈറ്റി അല്ലെങ്കിൽ ബാങ്ക് ഷാൾ ബി അലോട്ട് ചെയ്യണമെങ്കിൽ വിത്ത് ദി പ്രയർ അപ്രൂവൽ ഓഫ്, ആരുടെ പ്രയർ അപ്രൂവൽ വാങ്ങിക്കണം എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 53ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി ആണ് ആൻസർ, രജിസ്ട്രാർ ആണ്. പ്രൊമോഷൻ ഓഫ് സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ദി എക്കണോമിക് വെൽഫെയർ ഓഫ് ദി മെമ്പേഴ്സ് സെക്ഷൻ 14(a) റൂൾ ഏതായിരുന്നു? റൂൾ 13(a) ആണ്. സെക്ഷൻ 14(a)യിൽ 2D സബ്സെക്ഷൻ എന്താണ്? 2Dയിലാണ് ഈ വരുന്ന പോയിന്റ് വന്നിട്ടുള്ളത്. അപ്പോൾ എനി ഷെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ഓർ ഫിനാൻഷ്യൽ അസിസ്റ്റൻറ്റ് ടു ദി സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ ഫ്രം ദി സൊസൈറ്റി ഓർ ബാങ്ക് ഷാൾ ബി അലോട്ടഡ് വിത്ത് ദി പ്രയർ അപ്രൂവൽ ഓഫ് ബി ആണ് ആൻസർ, രജിസ്ട്രാർ. 53ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 54ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നോ പ്രൊമോട്ടീവ് സൊസൈറ്റി ഷാൾ കോൺട്രിബ്യൂട്ട് ഡാഷ് ഓഫ് ഇറ്റ്സ് വർക്കിംഗ് ക്യാപിറ്റൽ ആസ് ലോൺ ടു ദി സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ. ഫസ്റ്റ് ഓപ്ഷൻ മോർ ദാൻ 50%, സെക്കൻഡ് ഓപ്ഷൻ മോർ ദാൻ 5%, തേർഡ് ഓപ്ഷൻ ലെസ് ദാൻ 50%, ഫോർത്ത് ഓപ്ഷൻ മോർ ദാൻ 10%. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? നോ പ്രൊമോട്ടിംഗ് സൊസൈറ്റി, സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷനെ പ്രൊമോട്ട് ചെയ്യുന്ന സൊസൈറ്റി ഷാൾ കോൺട്രിബ്യൂട്ട് ചെയ്യരുത്, നോ അല്ല കൊടുത്തേക്കണേ. ഡാഷ് ഓഫ് ഇറ്റ്സ് വർക്കിംഗ് ക്യാപിറ്റൽ ആസ് ലോൺ ടു ദി സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ, വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ എത്ര പെർസെൻറ്റേജിൽ അധികരിച്ച് ഈ പറഞ്ഞിട്ടുള്ള സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് ലോണായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യരുത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 54ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഡി ആണ് ആൻസർ, മോർ ദാൻ 10%. ഇത് കൃത്യമായിട്ട് തന്നെ പ്രൊമോഷൻ ഓഫ് സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് ബന്ധപ്പെട്ട റൂൾ 13(a)യിൽ സബ് റൂൾ 3യിൽ പറയുന്ന പോയിൻ്റാണ്. 54ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 55ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ് മേ ഇൻക്ലൂഡ്സ് ഫസ്റ്റ് ഓപ്ഷൻ കംപ്ലയിൻസ് ഓഡിറ്റ്, സെക്കൻഡ് ഓപ്ഷൻ പെർഫോമൻസ് ഓഡിറ്റ്, തേർഡ് ഓപ്ഷൻ ഇൻഫർമേഷൻ ടെക്നോളജി ഓഡിറ്റ്, ഫോർത്ത് ഓപ്ഷൻ ഓൾ ഓഫ് ദിസ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റിൽ താഴെ കൊടുത്തിട്ടുള്ളതിൽ ഏതൊക്കെ ഇൻക്ലൂഡ് ചെയ്യും? കംപ്ലയിൻസ് ഓഡിറ്റ് ഇൻക്ലൂഡ് ചെയ്യും, ഇൻഫർമേഷൻ ടെക്നോളജി ഓഡിറ്റ് ഇൻക്ലൂഡ് ചെയ്യും, പെർഫോമൻസ് ഓഡിറ്റ് ഇൻക്ലൂഡ് ചെയ്യും. അപ്പോൾ 55ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി ആണ്, ഓൾ ഓഫ് ദിസ്. ഇത് പുതിയ അമെൻമെൻറ്റിൽ സെക്ഷൻ 2 ഡെഫിനേഷനിൽ ADയിൽ
ആഡ് ചെയ്തിട്ടുള്ളതാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ്. അപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റിൽ കംപ്ലയിൻസ് ഓഡിറ്റും പെർഫോമൻസ് ഓഡിറ്റും ഇൻഫർമേഷൻ ടെക്നോളജി ഓഡിറ്റും വരും. അപ്പോൾ ആൻസർ ഡി ആണ് ഓൾ ഓഫ് ദിസ്. 55ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി. 56ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. KCS amendment 2023 bill passed by the Legislative Assembly received the assent of the Governor on first option 26th day of April 2024, second option 7th day of June 2024, third option 31st day of December 2024, D none of this. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? KCS amendment 2023 bill passed by the Legislative Assembly പാസ് ചെയ്തിട്ടുണ്ട്. റിസീവ്ഡ് ദി അസെൻറ്റ് ഓഫ് ദി ഗവർണർ, ഗവർണറുടെ കയ്യിൽ നിന്നും ആ ലെജിസ്ലേറ്റീവ് അസംബ്ലി പാസ് ചെയ്തിട്ടുള്ള ബില്ലുമായിട്ട് ബന്ധപ്പെട്ട അസെൻറ്റ് റിസീവ് ചെയ്തിട്ടുള്ള ഡേറ്റ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 56ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ ആണ് ആൻസർ. 26th day of April 2024. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 57ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആസ് പെർ റൂൾ 2H പേഴ്സൺ മേ ഇൻക്ലൂഡ്സ് ഫസ്റ്റ് ഓപ്ഷൻ ഗവൺമെൻറ് ആൻഡ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, സെക്കൻഡ് ഓപ്ഷൻ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, തേർഡ് ഓപ്ഷൻ ഗവൺമെൻറ് ആൻഡ് ഇൻഡിവിജ്വൽസ്, ഫോർത്ത് ഓപ്ഷൻ എ ആൻഡ് ബി. പുതിയ അമെൻമെൻറ്റിൽ ആഡ് ചെയ്തു വന്നിട്ടുണ്ട്. ആസ് പെർ റൂൾ 2H പേഴ്സൺ മേ ഇൻക്ലൂഡ് ഗവൺമെൻറ് ആൻഡ് കോപ്പറേറ്റീവ് സൊസൈറ്റീസും അതുപോലെ തന്നെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷനും അതെ. അപ്പോൾ 57ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ എയും ബിയും. അപ്പോൾ ആൻസർ ഡി വരും, എ ആൻഡ് ബി. 57ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി. 58ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ദി ഏരിയ ഓപ്പറേഷൻ ഓഫ് ദി സൊസൈറ്റി ഇസ് മോർ ദാൻ എ ഡിസ്ട്രിക്ട്, ദ ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഓഫ് എ സൊസൈറ്റി ഷാൾ ബി അക്കമ്പനിഡ് ബൈ റുപ്പീസ് ഡാഷ്. ഫസ്റ്റ് ഓപ്ഷൻ 6,250, സെക്കൻഡ് ഓപ്ഷൻ 5,000, തേർഡ് ഓപ്ഷൻ 10,000, ഫോർത്ത് ഓപ്ഷൻ 12,500. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ രജിസ്ട്രേഷന് വേണ്ടി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ സൊസൈറ്റിയുടെ ഏരിയ ഓപ്പറേഷനെ ബേസ് ചെയ്ത് എന്താണ് ഇപ്പോൾ ഫീസ് അടയ്ക്കണം, ചെല്ലാൻ റിസിപ്റ്റ് അടയ്ക്കണം. അപ്പോൾ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഏരിയ ഓപ്പറേഷൻ മോർ ദാൻ എ ഡിസ്ട്രിക്റ്റിൽ അധികരിച്ചിട്ടുള്ളതാണെങ്കിൽ ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷന് വേണ്ടി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ ഷാൾ ബി അക്കമ്പനീഡ് ബൈ റുപ്പീസ്. എത്ര റുപ്പീസിൻ്റെ ചെല്ലാനാണ് അക്കമ്പനി ചെയ്യേണ്ടത് ഈ ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അതായത് പുതിയ അമെൻമെൻറ്റിൽ ഫീസ് മാറിയിട്ടുണ്ട്. അതായത് ഫീസ് മാറിയിട്ടുള്ളത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഏരിയ ഓപ്പറേഷൻ ഒരു വിത്തിൻ താലൂക്കിൻ്റെ ഉള്ളിലുള്ളതാണെങ്കിൽ 2,500, പിന്നെ എ താലൂക്ക് ആൻഡ് എബോവ് ബട്ട് ലെസ് ദാൻ ഡിസ്ട്രിക്റ്റ്. ഒരു താലൂക്ക് വിത്തിൻ എ താലൂക്കാണ് 2,500, എ താലൂക്ക് ആൻഡ് എബോവ് ബട്ട് ലെസ് ദാൻ ഡിസ്ട്രിക്റ്റ് ആണെങ്കിൽ ജില്ലയിൽ കുറവാണെങ്കിൽ 5,000. ഇനി ഒരു ഡിസ്ട്രിക്റ്റ് വരെയാണെങ്കിൽ 6,250. മോർ ദാൻ ഡിസ്ട്രിക്റ്റ് ആണെങ്കിൽ എത്ര വരും? 12,500, 12,500. അപ്പോൾ ഇവിടെ മോർ ദാൻ ഡിസ്ട്രിക്റ്റ് ആയതുകൊണ്ട് 58ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഡി ആണ് ആൻസർ. 12,500 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 59ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആസ് പെർ ഡാഷ് ഇൻ ദ ഇവന്റ് ഓഫ് change of name of society, the certificate to be issued by the registrar under subsection 2 of section 10 shall be in. First option section 10 form number 3A, second option section 10 form number 3B, third option rule 4A form number 3B, fourth option none of this. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ആസ് പെർ ഡാഷ് അനുസരിച്ച്, ഡാഷ് എന്ന് പറഞ്ഞാൽ ഏത് സെക്ഷനിലെ ഏത് റൂളാണ്? ഇൻ ദി ഈവൻ്റ് ഓഫ് ചേഞ്ച് ഓഫ് നെയിം ഓഫ് എ സൊസൈറ്റി, സൊസൈറ്റിയുടെ നെയിം ചേഞ്ച് ചെയ്യുന്നത് സെക്ഷൻ 10 പ്രകാരമാണ്. ദ സർട്ടിഫിക്കറ്റ് ടു ബി ഇഷ്യൂഡ് ബൈ ദി രജിസ്ട്രാർ, അത് സൊസൈറ്റിയുടെ നെയിം ചേഞ്ച് ചെയ്യുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റ് രജിസ്ട്രാർ ഇഷ്യൂ ചെയ്യും. അണ്ടർ സബ്സെക്ഷൻ 2 ഓഫ് സെക്ഷൻ 10 അനുസരിച്ച് ഷാൾ ബി ഇൻ ഡാഷ്. അതായത് 59ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ആസ് പെർ റൂൾ 4B അനുസരിച്ച് ഇൻ ദി ഇവൻ്റ് ഓഫ് ചേഞ്ച് ഓഫ് നെയിം ഓഫ് സൊസൈറ്റി ദ സർട്ടിഫിക്കറ്റ് ടു ബി ഇഷ്യൂഡ് ബൈ ദ രജിസ്ട്രാർ അണ്ടർ സബ്സെക്ഷൻ 2 ഓഫ് സെക്ഷൻ 10 ഷാൾ ബി ഇൻ ഫോം നമ്പർ ഏതാണ്? ഫോം നമ്പർ സർട്ടിഫിക്കറ്റ് ചേഞ്ച് ചെയ്യുമ്പോഴല്ലേ 3Bയിലാണ്, ഫോം നമ്പർ 3B. അപ്പോൾ റൂൾ 4B ഫോം നമ്പർ 3B. അപ്പോൾ ഓപ്ഷനിൽ എന്താണ് ഇപ്പോൾ ആൻസർ ഓപ്ഷൻ ഇല്ല. അപ്പോൾ 59ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഡി ആണ് ആൻസർ. നൺ ഓഫ് ദിസ് ആണ്. 60ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആസ് പെർ റൂൾ 13A പ്രൊമോഷൻ ഓഫ് സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ ഡാഷ് ഷാൾ ഓഡിറ്റ് ദി അക്കൗണ്ട്സ് ഓഫ് സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ ടു ദി എക്സ്റ്റെൻറ്റ് ഓഫ് ദി ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഗ്രാൻറ്റഡ് ടു സച്ച് സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ ബൈ ദി പ്രൊമോട്ടിംഗ് സൊസൈറ്റി. ഫസ്റ്റ് ഓപ്ഷൻ രജിസ്ട്രാർ, സെക്കൻഡ് ഓപ്ഷൻ ഡയറക്ടർ, തേർഡ് ഓപ്ഷൻ ഓഡിറ്റർ ഓഫ് പ്രൊമോട്ടിംഗ് സൊസൈറ്റി, ഫോർത്ത് ഓപ്ഷൻ ഗവൺമെൻറ്. ആസ് പെർ റൂൾ 13A അനുസരിച്ച് ആരാണ് ഓഡിറ്റ് നടത്തുന്നത്? ഓഡിറ്റ് ദി അക്കൗണ്ട്സ് ഓഫ് ദി സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ടു ദി
to the extent of the financial assistance granted to such a subsidiary institution by the promoting society. Promoting society ഈ പറഞ്ഞിട്ടുള്ള ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഈ പറഞ്ഞ സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് ഗ്രാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ റൂൾ 13A അനുസരിച്ച് ആരാണ് ഈ പറഞ്ഞിട്ടുള്ള സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഓഡിറ്റ് ദി അക്കൗണ്ട്സ് ഓഫ് സൊസൈറ്റി എന്നാണ് ഓഡിറ്റ് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 60ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ സി ആണ് ആൻസർ. ഓഡിറ്റർ ഓഫ് പ്രൊമോട്ടീവ് സൊസൈറ്റി ആസ് പെർ റൂൾ 13A, ഓഡിറ്റർ ഓഫ് പ്രൊമോട്ടീവ് സൊസൈറ്റി ഷാൾ ഓഡിറ്റ് ദി അക്കൗണ്ട്സ് ഓഫ് ദി സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ ടു ദി എക്സ്റ്റെൻറ്റ് ഓഫ് ദി ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഗ്രാൻഡഡ് ടു സച്ച് എ സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ ബൈ ദി പ്രൊമോട്ടിംഗ് സൊസൈറ്റി. 60ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 61ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. The minutes of the meeting shall be recorded by the dash of the society. First option president, second option any member of the committee, third option chief executive, fourth option any of the above. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഒരു കമ്മിറ്റി മീറ്റിങ്ങിൻ്റെ മിനിറ്റ്സ് ഷാൾ ബി റെക്കോർഡഡ് ബൈ ദി ഡാഷ് ഓഫ് ദി സൊസൈറ്റി. ആ സൊസൈറ്റിയുടെ ആരാണ് റെക്കോർഡ് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 61ാമത്തെ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട് പുതിയൊരു റൂൾ വന്നിട്ടുണ്ട്. ആൻസറുമായിട്ട് ബന്ധപ്പെട്ട് റൂൾ 29A സബ് റൂള് 2-ൽ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട്. ദ മിനിറ്റ്സ് ഓഫ് ദി മീറ്റിംഗ്സ് ഷാൾ ബി റെക്കോർഡഡ് ബൈ ദി പ്രസിഡൻറ്റ് ഓർ എനി മെമ്പർ ഓഫ് ദി കമ്മിറ്റി ഓർ ചീഫ് എക്സിക്യൂട്ടീവ്. അപ്പോൾ 61ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഡി ആണ് ആൻസർ. എനി ഓഫ് ദി എബോ ആണ്. 62ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. യൂത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആർ ക്ലാസിഫൈഡ് അണ്ടർ റൂൾ 15 ക്ലാസിഫിക്കേഷൻ ഓഫ് സൊസൈറ്റിയിൽ സബ് റൂള് 12 പറയുന്നുണ്ട്. ഫസ്റ്റ് ഓപ്ഷൻ മൾട്ടിപർപ്പസ് സൊസൈറ്റീസ്, സെക്കൻഡ് എഡ്യൂക്കേഷൻ സൊസൈറ്റീസ്, തേർഡ് മൾട്ടി സ്റ്റേറ്റ് സൊസൈറ്റീസ്, ഫോർത്ത് മിസ്ലേനിയസ് സൊസൈറ്റീസ്. അപ്പോൾ റൂൾ 15 സബ് റൂൾ 12 പറയുന്നത് യൂത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആർ ക്ലാസിഫൈഡ് അണ്ടർ. 62ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി ആണ് ആൻസർ. മിസ്ലേനിയസ് സൊസൈറ്റീസിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 63ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സബ്സ്റ്റാൻറ്റീവ് വേക്കൻസീസ് ഇൻ ദി പോസ്റ്റ് ഓഫ് ദി ക്ലർക്ക് ഇൻ ദോസ് സൊസൈറ്റി falling under the classes 2 to 7 of Appendix 3 of these rules shall be filled up by promotion and direct recruitment in the ratio of dash. First option 1:4, second option 4:1, third option 1:2, fourth option 2:1. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? സബ്സ്റ്റാൻറ്റീവ് വേക്കൻസി എന്ന് പറഞ്ഞാൽ പെർമനൻറ്റ് കാഡർ, പെർമനൻറ്റ് വേക്കൻസീസ് ഇൻ ദി പോസ്റ്റ് ഓഫ് ദി ക്ലർക്ക് ഇൻ ദോസ് സൊസൈറ്റീസ്. എ സൊസൈറ്റി ഫാളിംഗ് അണ്ടർ ദി ക്ലാസ് 2 to 7, ക്ലാസ് 2 മുതൽ 7 വരെയുള്ള അപ്പൻഡിക്സ് 3 ക്ലാസിഫിക്കേഷൻ ആൻഡ് സ്റ്റാഫ് പാറ്റേണിൽ ഈ പറഞ്ഞിട്ടുള്ള സൊസൈറ്റീസ് 2 മുതൽ 7 വരെയുള്ള ക്ലാസിഫിക്കേഷൻ വരുന്ന സൊസൈറ്റി ക്ലർക്ക് പോസ്റ്റ്, സ്ഥിരമായിട്ടുള്ള ക്ലർക്ക് പോസ്റ്റ് ഷാൾ ബി ഫിൽഡ് അപ്പ് ബൈ പ്രൊമോഷൻ ആൻഡ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റിൻ്റെ റേഷ്യോ താഴെ കൊടുത്തിട്ടുള്ളത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഇത് റൂൾ 185 പ്രൊമോഷനിൽ പറയുന്നതാണ്. പ്രൊമോഷൻ 1, ഒരു പ്രൊമോഷൻ 1 ആണെങ്കിൽ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ഏതാണ്? 1:2 ആണ്. അപ്പോൾ 63ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഏതാണ്? സി ആണ് ആൻസർ. 64ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഓൺ റിസിപ്റ്റ് ഓഫ് ദി ലിസ്റ്റ് ഫ്രം ദി എക്സാമിനേഷൻ ബോർഡ് ദ കമ്മിറ്റി ഷാൾ കണ്ടക്ട് ഇൻ്റർവ്യൂ ഓഫ് ദി കാൻഡിഡേറ്റ്സ് വിത്തിൻ ഡാഷ് ഫ്രം ദി ഡേറ്റ് ഓഫ് സച്ച് റിസിപ്റ്റ്. ഫസ്റ്റ് ഓപ്ഷൻ 3 months, സെക്കൻഡ് ഓപ്ഷൻ 2 months, തേർഡ് ഓപ്ഷൻ 1 month, ഫോർത്ത് ഓപ്ഷൻ 6 months. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? എക്സാമിനേഷൻ ബോർഡിൽ നിന്നും ഈ പറഞ്ഞ ക്വാളിഫൈഡ് ആയിട്ട് ഷോർട്ട് ലിസ്റ്റ് ഉൾപ്പെട്ടിട്ടുള്ള ഉദ്യോഗാർത്ഥികളുടെ ലിസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ കൺസേൺഡ് സൊസൈറ്റിയുടെ മാനേജിംഗ് കമ്മിറ്റി ഷാൾ ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യും ദ കാൻഡിഡേറ്റ്സ് വിത്തിൻ ഡാഷ് ഫ്രം ദി ഡേറ്റ് ഓഫ് റിസിപ്റ്റ്, ദ ഡേറ്റ് ഓഫ് സച്ച് റിസിപ്റ്റ്. ലിസ്റ്റ് റിസിപ്റ്റ് ചെയ്ത് എത്ര നാളിനുള്ളിൽ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഇത് റൂൾ 182 കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട്. 64ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി ആണ് ആൻസർ. 1 month. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 65ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ഫോളോയിങ് ക്ലാസസ് ഓഫ് സൊസൈറ്റി മേ നോട്ട് എക്സംപ്റ്റഡ് ഫ്രം സബ്സെക്ഷൻ 1 of സെക്ഷൻ 80B of the Act by the Registrar. First option primary consumer cooperative society, second option primary producers cooperative societies, third option primary vanida cooperative societies, ഫോർത്ത് ഓപ്ഷൻ പ്രൈമറി ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? താഴെ കൊടുത്തിട്ടുള്ള ഏത് ക്ലാസസ് ഓഫ് സൊസൈറ്റീസിനെയാണ് ഈ പറഞ്ഞിട്ടുള്ള രജിസ്ട്രാർ എക്സംഷൻ കൊടുക്കാത്തത്? ഏതുമായിട്ട് ബന്ധപ്പെട്ട് സബ്സെക്ഷൻ 1 of സെക്ഷൻ 80B അനുസരിച്ച്. സെക്ഷൻ 80B നമുക്കറിയാം കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡാണ്. നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ലെങ്കിൽ ബാങ്കുകളുടെ ജൂനിയർ ക്ലർക്ക് മുതൽ മുകളിലേക്കുള്ള പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട റിക്രൂട്ട്മെൻറ്റിൽ റിട്ടൺ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത്, ആ റിക്രൂട്ട്മെൻറ്റ് പ്രൊസീജിയറൊക്കെ നടത്തുന്നത് ആരാണ്? കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡാണ്. സൊസൈറ്റികളുടെ അല്ലെങ്കിൽ ബാങ്കുകളുടെ. പക്ഷേ സം ഓഫ് ദി സൊസൈറ്റികളുടെ എന്താണ് എക്സംഷൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എക്സംഷൻ കൊടുക്കാത്ത ഈ
കൊടുത്തിട്ടുള്ള 4 ഓപ്ഷനുമായിട്ട് ബന്ധപ്പെട്ട എക്സംഷൻ കൊടുക്കാത്ത സൊസൈറ്റി ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. കൃത്യമായിട്ട് തന്നെ റൂൾ 152 പറയുന്നുണ്ട്. 65ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി ആണ് ആൻസർ. പ്രൈമറി ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ്. 66ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് ഷാൾ കണ്ടക്ട് ദി എലിജിബിലിറ്റി എക്സാമിനേഷൻ ഫോർ ദി കാൻഡിഡേറ്റ്സ് ആൻഡ് ഫർണിഷ് എ ലിസ്റ്റ് ഓഫ് എലിജിബിൾ കാൻഡിഡേറ്റ്സ് ടു ബി ഇൻ്റർവ്യൂഡ് വിത്തിൻ എ പീരീഡ് ഓഫ് ഡാഷ് ഫ്രം ദി ഡേറ്റ് ഓഫ് റിക്വസിഷൻ. ഫസ്റ്റ് ഓപ്ഷൻ 3 months, സെക്കൻഡ് ഓപ്ഷൻ 2 months, തേർഡ് ഓപ്ഷൻ 1 month, ഫോർത്ത് ഓപ്ഷൻ 6 months. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ദ കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് ഷാൾ കണ്ടക്ട് ദി എലിജിബിലിറ്റി എക്സാമിനേഷൻ ഫോർ ദി കാൻഡിഡേറ്റ്സ്. അതായത് സൊസൈറ്റി വേക്കൻസി റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അത് സൊസൈറ്റിയുടെ കയ്യിൽ നിന്ന് അത്തരത്തിലുള്ള വേക്കൻസിയുമായിട്ട് ബന്ധപ്പെട്ട റിക്വസിഷൻ കിട്ടിക്കഴിഞ്ഞാൽ കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് എന്താണ് ആ വേക്കൻസിയുമായിട്ട് ബന്ധപ്പെട്ട് എലിജിബിലിറ്റി എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്ത് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികളുടെ ലിസ്റ്റ് എന്താണ് പറഞ്ഞാൽ ഫർണിഷ് ചെയ്യണം. ലിസ്റ്റ് ഓഫ് എലിജിബിൾ കാൻഡിഡേറ്റ്സ് ആരുടെ മുമ്പാകെ കൺസേൺഡ് സൊസൈറ്റിയുടെ മാനേജിംഗ് കമ്മിറ്റിക്ക് മുമ്പാകെ അല്ലെങ്കിൽ കൺസേൺഡ് സൊസൈറ്റിക്ക് മുമ്പാകെ മാനേജിംഗ് കമ്മിറ്റിക്ക് ഇൻ്റർവ്യൂ നടത്താൻ വേണ്ടിയിട്ട് ലിസ്റ്റ് ഓഫ് എലിജിബിൾ കാൻഡിഡേറ്റ്സ് ടു ബി ഇൻ്റർവ്യൂഡ് വിത്തിൻ എ പീരീഡ് ഓഫ് ഡാഷ് ഫ്രം ദി ഡേറ്റ് ഓഫ് റിക്വസിഷൻ. അതായത് സൊസൈറ്റിയുടെ കയ്യിൽ നിന്ന് റിക്വസിഷൻ കിട്ടി എത്ര നാളിനുള്ളിൽ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 66ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ ആണ് ആൻസർ. പീരീഡ് ഓഫ് 3 months ഫ്രം ദി ഡേറ്റ് ഓഫ് റിക്വസിഷൻ. 66ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 67ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫോർ ഓപ്പണിംഗ് ബ്രാഞ്ചസ് ഫോർ ഫാർമേഴ്സ് സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് സച്ച് ആപ്ലിക്കേഷൻ ഷാൾ ബി അക്കമ്പനിഡ് ബൈ എ ചെല്ലാൻ റിസിപ്റ്റ് ഓഫ് റുപ്പീസ് ഡാഷ്. ഫസ്റ്റ് ഓപ്ഷൻ 5,000, സെക്കൻഡ് ഓപ്ഷൻ 15,000, തേർഡ് ഓപ്ഷൻ 7,500, ഫോർത്ത് ഓപ്ഷൻ 10,000. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? സെക്ഷൻ 74B റൂൾ 178A ഓപ്പണിംഗ് ഓഫ് ബ്രാഞ്ചസ്. ഫാർമേഴ്സ് സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് ബ്രാഞ്ചസ് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒപ്പം ചെല്ലാൻ റിസിപ്റ്റ് എത്ര രൂപയുടെയാണ് അടയ്ക്കേണ്ടത്? അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ 5,000, സെക്കൻഡ് ഓപ്ഷൻ 15,000, തേർഡ് ഓപ്ഷൻ 7,500, ഫോർത്ത് ഓപ്ഷൻ 10,000. എത്രയാണ് അടയ്ക്കേണ്ടത്? 67ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ സി ആണ് ആൻസർ. 7,500 ആണ്. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കും കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ആണെങ്കിൽ 15,000 രൂപയും, ഫാർമേഴ്സ് സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക്, അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്, പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റി, അതൊക്കെയാണ് പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റിയൊക്കെ ആണെങ്കിൽ 7,500, പിന്നെ അർബൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, വനിതാ കോപ്പറേറ്റീവ് സൊസൈറ്റി അങ്ങനെയൊക്കെ ആണെങ്കിൽ 5,000 രൂപയാണ് അടയ്ക്കേണ്ടത്. ഇവിടെ 67ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഫാർമേഴ്സ് സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് ആയതുകൊണ്ട് 67ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി ആണ് ആൻസർ. 7,500 ആണ്. 68ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആസ് പെർ റൂൾ 170A ആനുവൽ പെർഫോമൻസ് ഓഡിറ്റ് ഓഫ് റൂൾ 170A ആനുവൽ പെർഫോമൻസ് ഓഡിറ്റ് ഓഫ് മിൽമ ആൻഡ് റീജിയണൽ മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ആണ് RCMPU. ദ ഫീ ഓർ റെമ്യൂണറേഷൻ ഫോർ പെർഫോമൻസ് ഓഡിറ്റ് ഷാൾ ബി ഫിക്സ്ഡ് ബൈ. ഫസ്റ്റ് ഓപ്ഷൻ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ്, സെക്കൻഡ് ഓപ്ഷൻ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി, തേർഡ് ഓപ്ഷൻ ഫംഗ്ഷണൽ രജിസ്ട്രാർ ഓഫ് ഡയറി, ഫോർത്ത് ഓപ്ഷൻ ഗവൺമെൻറ്. റൂൾ 170A അനുസരിച്ച് ആനുവൽ പെർഫോമൻസ് ഓഡിറ്റിൻ്റെ ഫീ അല്ലെങ്കിൽ റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്യുന്നത് ആരാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 68ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ റൂൾ 170A കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട്. സി ആണ് ആൻസർ. ഫംഗ്ഷണൽ രജിസ്ട്രാർ ഓഫ് ഡയറി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 69ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. In case of election of SCU, the expenditure in connection with the conduct of election shall be borne by dash, which shall be limited to the norms fixed by dash. First option SCU, second option government SCU, third option SCU government, fourth option SCU SCEC State Cooperative Election Commission. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഇൻ കേസ് ഓഫ് ഇലക്ഷൻ ഓഫ് SCU സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ്റെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ദ എക്സ്പെൻഡിച്ചർ ഇൻ കണക്ഷൻ വിത്ത് കണ്ടക്ട് ഓഫ് ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുന്നതിൻ്റെ എക്സ്പെൻഡിച്ചർ ഷാൾ ബി ബോൺ ബൈ ആരാണ് വഹിക്കേണ്ടത്? വിച്ച് ഷാൾ ബി ലിമിറ്റഡ് ടു ദി നോംസ് ഫിക്സ്ഡ് ബൈ. അത് വഹിക്കേണ്ടത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ആണ്. വിച്ച് ഷാൾ ബി ലിമിറ്റഡ് ടു ദി നോംസ് ഫിക്സ്ഡ് ബൈ. അതുമായിട്ട് ബന്ധപ്പെട്ട നോംസ് ഫിക്സ് ചെയ്യുന്നത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനാണ്. 69ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി ആണ് ആൻസർ. SCU SCEC. ഇത് റൂൾ 154 കണ്ടക്ട് ഓഫ് ഇലക്ഷൻ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ്റെ ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട റൂളാണ് റൂൾ 154. സബ് റൂള് എന്താണ് 11 പോയിൻ്റാണ്. 69ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി. 70ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എ കോപ്പറേറ്റീവ് സൊസൈറ്റി ബേസ്ഡ് ഓൺ ദി റെസൊല്യൂഷൻ പാസ്ഡ് വിത്ത് ഡാഷ് അറ്റ് ദി ജനറൽ ബോഡി മീറ്റിംഗ് മേ വൈൻഡ് അപ്പ്
subsidiary institution formed under section 14AA of the Act. First option 2/3, second option 1/3, third option simple majority, fourth option not mentioned in law. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? അതായത് ഒരു സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ സെക്ഷൻ 14AA അനുസരിച്ച് ഫോം ചെയ്തിട്ടുള്ള സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ വൈൻഡപ്പ് ചെയ്യണമെങ്കിൽ എന്താണ് ആ പ്രൊമോട്ട് ചെയ്തിട്ടുള്ള സൊസൈറ്റിയുടെ ജനറൽ ബോഡിയിൽ ഒരു റെസൊല്യൂഷൻ പാസ് ചെയ്താൽ മതി. അത് ആ റെസൊല്യൂഷനായിട്ട് ബന്ധപ്പെട്ട മജോറിറ്റിയാണ് ചോദിക്കുന്നത്. 70ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ സി ആണ് ആൻസർ. സിമ്പിൾ മജോറിറ്റിയിൽ റെസൊല്യൂഷൻ പാസ് ചെയ്ത് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? വൈൻഡപ്പ് എ സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ 70ാമത്തെ ക്വസ്റ്റിൻ ആൻസർ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 71ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Every application to the registrar or the government for the exercise of the powers under section 87 of the Act shall be accompanied by a challan receipt for the remittance of dash. First option 4,500, second option 2,000, third option 1,500, fourth option 1,000. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? എവറി ആപ്ലിക്കേഷൻ ടു ദി രജിസ്ട്രാർ ഓർ ദി ഗവൺമെൻറ്റിന് മുമ്പാകെ എവറി ആപ്ലിക്കേഷൻ ഫോർ ദി എക്സസൈസ് ഓഫ് ദി പവേഴ്സ് അണ്ടർ സെക്ഷൻ 87. സെക്ഷൻ 87 എന്ന് പറഞ്ഞാൽ റിവിഷൻ ബിഫോർ രജിസ്ട്രാർ അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് ആണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ ഷാൾ ബി അക്കമ്പനിഡ് ബൈ എ ചെല്ലാൻ റിസിപ്റ്റും കൂടി അക്കമ്പനി ചെയ്യണം. എത്ര രൂപയുടെ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? അപ്പോൾ 71ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ അത് പറയുന്നത് എവിടെയാണ്? റൂൾ 124 എയിലാണ് ഫീസിനെ കുറിച്ച് പറയുന്നത്. റൂൾ 124A സബ് റൂൾ 2-ൽ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട്. 2 ഫീസിൻ്റെ കാര്യമാണ് പറയുന്നത്. 1,500 പിന്നെ 5,000 രൂപയും. കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ എംപ്ലോയി ആണെങ്കിൽ ഈ പറഞ്ഞ സെക്ഷൻ 87 പ്രകാരം ഈ പറഞ്ഞിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ ചെല്ലാൻ റിസിപ്റ്റ് അടയ്ക്കേണ്ടത് എത്ര രൂപയുടെയാണ്? 1,500 രൂപയുടെയാണ്. അപ്പോൾ ഇന്നത്തെ ഓപ്ഷൻ സ്യൂട്ടബിൾ നോക്കിക്കേ. 5,000 ഇല്ല, 4,500, 2,000, 1,500, 1,000. അപ്പോൾ നമുക്ക് 71ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി 1,500 കൊടുക്കാം. ഇനി എംപ്ലോയി ആണെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ എംപ്ലോയി തന്നെയാണെങ്കിൽ, ഇനി എംപ്ലോയി അല്ലാതെ മെമ്പർ ഓഫ് ദി കമ്മിറ്റിയോ സൊസൈറ്റിയോ അതേഴ്സ് ആണെങ്കിൽ സെക്ഷൻ 87 പ്രകാരം ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ ചെല്ലാൻ റിസിപ്റ്റ് എത്ര രൂപയുടെ അടയ്ക്കണം? 5,000 രൂപയുടെ അടയ്ക്കണം. ഇത് കൃത്യമായിട്ട് തന്നെ റൂൾ 124A സബ് റൂൾ 2-ൽ പറയുന്നുണ്ട്. അപ്പോൾ 71ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 72ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫീ ഫോർ ആപ്ലിക്കേഷൻ ഫോർ ഫയലിംഗ് അപ്പീൽ അണ്ടർ സെക്ഷൻ 82 ഫോർ ഇലക്ഷൻ ഡിസ്പ്യൂട്ട് ഈസ് rupees dash. First option 3,000, second option 2,000, third option 500, fourth option 750. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? സെക്ഷൻ 82 അപ്പീൽസ് ടു ട്രിബ്യൂണൽ. ട്രിബ്യൂണലിന് മുമ്പാകെ ഒരു അപ്പീൽ സബ്മിറ്റ് ചെയ്യുവാണ്. ഏതുമായിട്ട് ബന്ധപ്പെട്ട്? ഇലക്ഷൻ ഡിസ്പ്യൂട്ടായിട്ട് ബന്ധപ്പെട്ട് അപ്പീൽ അപ്പീൽ ഫയൽ ചെയ്യാൻ നേരത്ത് ആ ഒരു ആപ്ലിക്കേഷനിൽ എത്ര രൂപയുടെ ഫീ ചെല്ലാൻ റിസിപ്റ്റിൻ്റെ ഫീസ് അടയ്ക്കണം എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അത് കൃത്യമായിട്ട് തന്നെ റൂൾ 123-ൽ പറയുന്നുണ്ട്. ഇലക്ഷൻ ഡിസ്പ്യൂട്ട് ആണെങ്കിൽ ചെല്ലാൻ റിസിപ്റ്റ് ആൻസർ എ ആണ് ആൻസർ. 3,000 ആണ്. 72ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 73ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. In the case of existing liquidation cases pending for more than 2 years, liquidation proceeding shall be completed within that from the date of commencement of Kerala Cooperative Societies Amendment Act 2023. First option 2 years, second option 3 years, third option 1 year, fourth option 6 months. എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. In case of existing liquidation cases pending for more than 2 years, അതായത് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അമെൻമെൻറ്റ് ആക്ട് 2023 കമൻസ് ചെയ്യുന്ന സമയത്ത് എന്താണ് എക്സിസ്റ്റിംഗ് ലിക്വിഡേഷൻ കേസസ് പെൻഡിങ് ഫോർ മോർ ദാൻ 2 years ആയിട്ട് പെൻഡിങ് നിൽക്കുന്ന കേസസ് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അമെൻമെൻറ്റ് ആക്ട് കമൻസ് ചെയ്ത് അത് എത്ര നാളിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഇത് കൃത്യമായിട്ട് തന്നെ റൂൾ 69 സബ് റൂൾ 12-ൽ പറയുന്നുണ്ട്. എത്ര നാളിനുള്ളിൽ? ആൻസർ സി ആണ് ആൻസർ. 1 year. 73ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി. 74ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ മാക്സിമം എമൗണ്ട് ഗ്രാൻഡഡ് ആസ് loan shall not exceed dash of the valuation as per rule 56A. First option less than 10%, second option more than 10%, third option less than 15%, fourth option more than 15%. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? റൂൾ 56A വാലുവേഷൻ ഓഫ് പ്രോപ്പർട്ടി. ഒരു പ്രോപ്പർട്ടിയുടെ വാലുവേഷൻ, ആ വാലുവേഷൻ അനുസരിച്ച് അതിനകത്ത് മാക്സിമം എത്ര എമൗണ്ട് ഓഫ് ലോൺ സാങ്ഷൻ ചെയ്യാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എത്രയിൽ അധികരിക്കരുത്? ദ മാക്സിമം എമൗണ്ട് ഗ്രാൻഡ് ആസ് എ ലോൺ ഷാൾ നോട്ട് എക്സീഡ്. എത്രയിൽ അധികരിക്കരുത്? മോർ ദാൻ 50%.
ആ വാലുവേഷൻ്റെ മോർ ദാൻ 50% അധികരിക്കരുത്. അപ്പോൾ 74ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 75ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. The blank space in the minutes book of a society shall be scored out and all correction, overwriting, eraser, etc. should be clearly noted at the end before the minutes are signed by the first option president and secretary, second option secretary and committee members, third option president and committee members and secretary, fourth option president and committee members. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? മിനിറ്റ്സ് ബുക്കിൻ്റെ ബ്ലാങ്ക് സ്പേസ് ഷാൾ ബി സ്കോർഡ് ഔട്ട്, വെട്ടിക്കളയുക. ആൻഡ് ഓൾ കറക്ഷനും ഓവർ റൈറ്റിങ്ങും എറേസറും ഷുഡ് ബി ക്ലിയർലി നോട്ട് ചെയ്യണം അറ്റ് ദി എൻഡ് ബിഫോർ ദി മിനിറ്റ്സ് എന്താണ് അവസാനിക്കുന്നതിന് മുമ്പ് അത് സൈൻ ചെയ്യണം. ആർ സൈൻഡ് ബൈ ദി റൂൾ 29A സബ് റൂൾ 3 കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട് സൈൻഡ് ബൈ ദി ഡി ആണ് ആൻസർ, പ്രസിഡന്റ് ആൻഡ് അതർ കമ്മിറ്റി മെമ്പേഴ്സ്. അപ്പോൾ പ്രസിഡന്റ് ആൻഡ് കമ്മിറ്റി മെമ്പേഴ്സ്. 75ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം.